കുഞ്ഞുമായി ഒരു സ്പീച്ച് തെറാപ്പി സെഷൻ അറ്റൻഡ് ചെയ്യാൻ പ്ലാൻ ചെയ്യുന്ന പാരൻസ് ആണോ? അങ്ങനെയാണെങ്കിൽ എനിക്ക് ഈ പറയാനുള്ള 5 കാര്യങ്ങൾ കേട്ടിട്ട് പോകാം. ഫസ്റ്റ് വൺ, സ്പീച്ച് തെറാപ്പി സെഷൻസ് ഒരിക്കലും ഒരു മാജിക്കൽ ഷോ അല്ല. അതുകൊണ്ട് തന്നെ കൊണ്ടുപോയ ഉടനെ തന്നെ കുഞ്ഞ് പ്രോഗ്രസ് കാണിക്കും എന്ന് എക്സ്പെക്ട് ചെയ്യാതിരിക്കാനായിട്ട് നോക്കാം. സ്പീച്ച് തെറാപ്പി സെഷൻസ് എല്ലാ പ്രൊഫഷണൽസിൻ്റെയും ഒരു ടീം വർക്കിൻ്റെയും കൂടെ റിസൾട്ടാണ്. അതുപോലെ തന്നെ ഒരു ദിവസം മാത്രം കുഞ്ഞിന് സെഷൻ അറ്റൻഡ് ചെയ്തതുകൊണ്ടോ അല്ലെങ്കിൽ വീക്ക്ലി എല്ലാ ദിവസവും കുഞ്ഞിന് സെഷൻ അറ്റൻഡ് ചെയ്തതുകൊണ്ടോ കുഞ്ഞിന് ചേഞ്ചസ് ഉണ്ടാകുന്നില്ല. നമ്മൾ തെറാപ്പിസ്റ്റ് പറയുന്ന കാര്യങ്ങൾ എത്രത്തോളമാണ് വീട്ടിൽ എക്സിക്യൂട്ട് ചെയ്യുന്നത് അതിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. പിന്നെ നമ്മുടെ കുഞ്ഞിനെ മറ്റൊരു കുഞ്ഞുമായിട്ട് കമ്പയർ ചെയ്യാതിരിക്കാനായിട്ട് നോക്കാം. ബിക്കോസ് നിങ്ങളുടെ കുഞ്ഞ് യുണീക്കാണ്. ഓരോ കുട്ടികളും അവരുടേതായ രീതിയിലാണ് കാര്യങ്ങൾ പിക്ക് ചെയ്യുന്നത്. 4ാമത്തെ കാര്യം, നമ്മുടെ കുഞ്ഞ് സ്പീച്ച് തെറാപ്പിയിൽ ചെയ്യുന്ന ഓരോ കുഞ്ഞു കുഞ്ഞു കാര്യങ്ങളും നമ്മൾ എൻജോയ് ചെയ്യാനായിട്ട് നോക്കുക, അല്ലെങ്കിൽ സെലിബ്രേറ്റ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കാം. ഇപ്പോൾ വേർഡ്സ് പറയുന്നത് തന്നെ ആവണം എന്നില്ല. ഇന്നേ വരെ ഒരു വേർഡും പറയാതിരുന്ന കുഞ്ഞ്, അല്ലെങ്കിൽ ഒരു ആക്ഷൻസും ഇമിറ്റേറ്റ് ചെയ്യാതിരുന്ന കുഞ്ഞ് പെട്ടെന്ന് കുറച്ച് ആക്ഷൻസ് ഇമിറ്റേറ്റ് ചെയ്യുന്നു. അതുപോലെ തന്നെ പോയിന്റ് ചെയ്യാനായിട്ട് തുടങ്ങുന്നു. നമ്മൾ കുഞ്ഞിനോട് സംസാരിക്കുമ്പോൾ കുഞ്ഞ് നമ്മളെ നോക്കി സ്മൈൽ ചെയ്യുന്നു, അല്ലെങ്കിൽ നമ്മളോട് കുറച്ച് ഐ കോണ്ടാക്ട് മെയിൻറ്റെയിൻ ചെയ്യാനായിട്ടൊക്കെ ട്രൈ ചെയ്യുന്നു. ഇതൊക്കെയാണ് സ്പീച്ച് തെറാപ്പിയുടെ റിസൾട്ട് എന്ന് പറയുന്നത്. പിന്നെ നമ്മുടെ സ്പീച്ച് തെറാപ്പി സെഷൻസ് ഒരിക്കലും ഒരു ഓട്ട മത്സരമൊന്നുമല്ല. സ്പീച്ച് തെറാപ്പി സെഷന് ഒരു സമാധാനപരമായിട്ടുള്ള ഒരു ലോങ് ജേണിയാണ്. ചിലർക്ക് അതൊരു ലോങ് ജേണി ആയിരിക്കാം, ചിലർക്ക് അതൊരു ഷോർട്ട് ജേണി ആയിരിക്കാം. അത് എപ്പോഴും നമ്മുടെ കുഞ്ഞിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. സോ ബി സ്ട്രോങ് ആൻഡ് കോൺഫിഡൻറ്റ് ഇൻ ദിസ് ജേണി.